ഹലോ ഗൈസ്, ഡോണ ഡോക്കീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നമുക്കിന്ന് ജോലിക്ക് അവധി കിട്ടിയ സമയമാണ്. അപ്പോൾ നമ്മളിന്ന് പുറത്തേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. എവിടേക്കാണ് പോകണമെന്നുള്ളത് സർപ്രൈസാണ്. അപ്പോൾ നമുക്ക് പോകുന്ന സ്ഥലങ്ങളൊക്കെ കാണാം. ഗൈസ്, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മളെപ്പോഴും വീട്ടിൽ ഇറങ്ങുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ജസ്റ്റ് എല്ലാം ദൈവത്തിൻ്റെ ഒരു ആശീർവാദത്തോടു കൂടി ആവണം എന്ന് വിചാരിച്ച്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ വീട് വിട്ട് ഇറങ്ങാൻ പോവാണ്. പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞു. സോ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ടാറ്റ പറയാണ്. ഗൈസ്, തണുപ്പ് അത്യാവശ്യം നന്നായിട്ട് തണുപ്പുണ്ട്. വലിയ കാര്യമായിട്ടില്ല, എങ്കിലും തണുപ്പുണ്ട്. ഇനിയിപ്പോൾ നമ്മളിവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പ്ലാസ ലിപ്സ്റ്റിക്കയിൽ ചെന്ന് ഇറങ്ങണം. ഇവിടെ ചെടികളൊക്കെ പൂത്തു വാടി തുടങ്ങി കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ പൂവൊക്കെ ഇട്ടതാണ്. ഇപ്പം തണുപ്പ് കഴിഞ്ഞോടുകൂടി പതുക്കെ പതുക്കെ വാടി തുടങ്ങി. തണുപ്പ് മാറാൻ പോവാണ്. തൊണ്ടയ്ക്കും എന്തൊക്കെയോ ഒരു പ്രോബ്ലം പോലെയൊക്കെ വന്നു തുടങ്ങി. ഇതാണെങ്കിൽ നമ്മുടെ വീട് അടച്ചിറങ്ങി. യെസ്, ഞങ്ങളൊരു ചെറിയ ബാഗ് മാത്രമേ എടുക്കുന്നുള്ളൂ അല്ലേ? അപ്പോൾ ഞങ്ങൾ ഈ വഴികളൊക്കെ നടന്ന് പോവുകയാണ്. അതായത് നല്ല തണുപ്പുണ്ട്. അത്യാവശ്യം കോട്ടൊന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷേ തണുക്കുന്നുണ്ട്. ഞങ്ങളുടെ വീടിൽ നിന്ന് മുകളിൽ നിന്ന് ആ ഒരു കുന്നിലേക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും പണ്ട് ഞാൻ മണാലി പോയി കഴിഞ്ഞ ഒരു ഫീലിങ്സ്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പും കാര്യങ്ങളും എല്ലാം വെച്ച് മഞ്ഞൊക്കെ മൂടി കിടക്കുന്ന സമയത്താണ് ഞാൻ എത്തിയത്, കോടയൊക്കെ ഉള്ള സമയത്ത്. അപ്പോൾ അതേപോലെ ചില സമയങ്ങളിൽ തോന്നും. നടന്ന് ദീർഘദൂരം പോകേണ്ടിയിരിക്കുന്നു. ഇനി ഓട്ടോ ബസ്സിലെടുത്തിട്ട് കാണാം. അതെ, നമുക്ക് വേറെ ദിവസം ബ്ലോഗ് എടുക്കാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ബസ് കയറിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ഗൈസ്, 12 മണിക്കാണ് ബസ്. ഞങ്ങൾ ബസ് കാത്ത് നിൽക്കുകയാണ്. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടിക്കറ്റിൻ്റെ ഒരു ബാർകോഡ് ഉണ്ട്. ആ ബാർകോഡ് അവിടെ ക്ലിക്ക് ചെയ്യും. അങ്ങനെ ഞങ്ങൾ കയറി. എനിക്ക് അത്യാവശ്യം ഏറ്ററ്റത്തെ സീറ്റാണ് ഇഷ്ടം. ഞങ്ങൾ സീറ്റിൽ കയറിയിരുന്നു. ഇനി ഒരു 45 മിനിറ്റത്തേക്ക് യാത്ര ചെയ്യും. ഞങ്ങൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. ഒരു കട്ടൻ ചായയിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ചെന്നിട്ട് ഏതെങ്കിലും നല്ലൊരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കുറച്ച് മെഡിസിൻസും കഴിക്കാനുണ്ട്. മെഡിസിൻസ് എന്ന് പറയാൻ പറ്റില്ല, വൈറ്റമിൻ ഡി, നമ്മൾ വെയിൽ കൊള്ളാത്തതിൻ്റെ വൈറ്റമിൻ B12, വൈറ്റമിൻ സി, ഇതെല്ലാം നമ്മൾ കഴിക്കാനുണ്ട്. അത്യാവശ്യം വെയിൽ കൊള്ളാത്തതുകൊണ്ട് നമ്മളത് കഴിച്ചേ മതിയാവും, അല്ലെങ്കിൽ നമുക്കൊരുപാട് ഡീമെറിറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കും അല്ലേ? ഇതിലൊക്കെ നമ്മൾ സ്ഥിരം വെയിൽ കൊണ്ട് നമ്മൾ കരിക്കുട്ടിയിട്ട് നടക്കണം. നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഈ തണുപ്പത്ത് അടിച്ച് 24 മണിക്കൂറും തണുപ്പത്ത് വെയിലും സൂര്യനെ കാണാണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ സിമ്പിളാണ്. പക്ഷേ ആ ബുദ്ധിമുട്ടുകൾ കുറച്ചധികം കൂടുതലായതുകൊണ്ടാണ് നമ്മൾ മരുന്ന് കഴിക്കാൻ തീരുമാനം എടുക്കുന്നത്. ഇവിടെ എല്ലാ സ്പാനിഷുകാരും ഇതേപോലെ തന്നെ കഴിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളും കഴിക്കാൻ തീരുമാനിച്ചു. നമുക്ക് നീണ്ടൊരു യാത്രയ്ക്ക് ശേഷം നമുക്ക് പിന്നെയും കാണാം. ഞങ്ങൾ കുറച്ച് നേരം ഉറങ്ങട്ടെ.
ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കോഫി കുടിക്കാൻ കയറിയേക്കാണ്. എച്ചനാണെങ്കിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എസ്പിനാക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, ഇതിൻ്റെ പേര് എൽ ഹൊർണോദെ ലിപ്സ്റ്റിക്കാന്നാണ്. ഇവിടെ വരുമ്പോൾ ഞാൻ വാങ്ങിക്കുന്നതാണ് കേട്ടോ ഈ ഒരു ഫുഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണത്. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് കയറിയ ഒരു കടയാണ് കേട്ടോ അത്. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാനിവിടെ സ്ഥിരമായിട്ട് വയ്ക്കാൻ തുടങ്ങി. വെറൈറ്റി സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ച് ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണിത്. ഫേവറേറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്. ഇച്ചാന തന്നെ എടുത്തേ? ഓ, 2 വേണ്ട, എനിക്ക് പറ്റില്ല. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് എസ്പിനാക്കയുടെ കൂടെ ഒരു ചെറിയതായിട്ടുള്ള ഗ്ലാസ്സിൽ സാധനം കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഭയങ്കര ഇഷ്ടമാണത്. ഇതിലൊക്കെ പപ്സൊക്കെ തിന്നുന്ന ഒരു പ്രതീതി പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിലും. ഞങ്ങൾ മാൻഡ്രിലെത്തി. പക്ഷേ തണുപ്പ് പതുക്കെ കൂടി വരുന്നുണ്ട്. ഇവിടെ അടുത്ത് തന്നെ ഒരുപാട് റെസ്റ്റോറൻ്റ് ഉണ്ട്. ചെറിയൊരു കുഞ്ഞ് പെട്ടിക്കട പോലത്തെ കടകളാണ് ഇവിടെ അടുത്ത്. എല്ലാത്തിലും ഉണ്ട്. ഡൽഹി കഫേ. പിന്നെ ഇതൊരു ഓട്ടോ സ്കൂളാണ്. ഇച്ചൻ വേറെ ഓർഡർ ചെയ്തു. എനിക്ക് 2. യെസ്, അപ്പോൾ നമുക്ക് തിന്ന് തുടങ്ങാം. കത്തിന്ന് പറഞ്ഞ ണോ അതിന് ചൂട് ഒടുക്കത്തെ ചൂട് ഒരു രക്ഷയില്ല. ഞാൻ എൻ്റെ എസ്പിനാക്ക് കഴിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ്. ഇൻ കേസ് ഇച്ചാൻ മാൻഡ്രിഡിൽ പോണ സമയത്ത് ഞാൻ എപ്പോഴും പറയും, ഇച്ചാൻ മാൻഡ്രിഡിൽ പോവുകയാണെങ്കിൽ എനിക്ക് എസ്പിനാക്ക് മേടിച്ചെല്ലാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിലെങ്ങാനും ഇച്ചൻ പോയി കഴിഞ്ഞാൽ എനിക്കിത് കൊണ്ടാണ്ട് വീട്ടിൽ വരാറില്ല. അതാണ് ഈ ബണ്ടിൽ കണക്കിനെ കൊണ്ടത്. ചൂടോടുകൂടി കഴിയണം. ഉണ്ടോ? അതിൻ്റെ അത്ര ടേസ്റ്റ് എനിക്ക് വേറെ എവിടെയും വെച്ചിട്ടില്ല. അത്രയും ടേസ്റ്റാണ്. എത്ര തവണ ഞാൻ ഇവിടെ വന്ന് എസ്പിനാക്ക് കഴിച്ചു എന്ന് അറിയാൻ പാടില്ല. കിച്ചണുള്ള സമയത്ത് ഞാൻ നിരന്തരം വന്ന് കഴിക്കും. പക്ഷെ ഒരു മടുപ്പ് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കഴിക്കുന്തോറും ആർത്തി കൂടിയിട്ടുള്ളൂ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ വൈറ്റമിൻസ് ഗുളികകളൊക്കെ കഴിക്കാനായിട്ട്. വെട്ടി വിഴുങ്ങുക. ഇതാണ് വെട്ടി വിഴുങ്ങുക എന്ന് പറയുന്നത്. അന്ന് വെട്ടിയിടാണ് വരുന്നത്. വെട്ടി താഴത്തേക്ക് പോയി ഗൈസ്. ആരും കണ്ടില്ല തിന്നോ? പൊന്നാരി ഇതാ വെട്ടി വിഴുങ്ങുന്നു. പൊന്നാരി ഇച്ചാൻ്റെ പാത്രത്തിൽ നിന്ന് വെട്ടി വിഴുങ്ങുന്നു. ഡിഫറൻസ് ഉണ്ട് ഇച്ചാ. ഓജോൻ്റെ ഇതിൻ്റെ എന്ത് തമ്മില് നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് മരുന്ന് കഴിക്കാനുള്ള സമയമായി. മരുന്ന് കഴിക്കാം. ഇതിനിടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പെണ്ണ് കാണാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റോസും സാധനങ്ങളൊക്കെ സെറ്റാക്കി വലിയ പരിപാടിയായിട്ട് നടത്താനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? ആദ്യമായിട്ട് അവർ കാണാൻ പോവാണ്. ഹലോ,
ഹലോ, ആ പറയടാ. ഇത് റോസ് ആണോ റെഡ് ആണോ? റോസ് ആയാലും കുഴപ്പമില്ല. ഏതായാലും റെഡ് മതി. അത് കുഴപ്പമില്ലല്ലോ, വേണ്ട. ഇത് റോസാ, ഇത് റെഡ്. റെഡ് എടുക്ക്, റെഡ് എടുക്ക്, റെഡ് എടുക്ക്. റെഡ്. ഓക്കെ ഓക്കെ, റെഡ് എടുക്കാം. കുറച്ച് ടിപ്സ് ഒക്കെ നിങ്ങൾ പറഞ്ഞു തരൂ, ഒരു പെണ്ണിനെ കാണാൻ പോണേന് എന്തൊക്കെയാണ്? അവ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. രക്ഷപ്പെട്ടു. അയ്യോ, ആ പൊന്നേരി കുറിച്ച് എനിക്ക് വേണ്ട, ഞാൻ കാപ്പി പിടിച്ചല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് ജ്യൂസ് അടിക്കുന്നത്, അതും ഗുളികയുടെ കൂടെ. അങ്ങനെ നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുകയാണ് അല്ലേ? ഇനി ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് യാത്ര തിരിക്കാം. തത്തര്